വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ച നടക്കാൻ പോകുന്നു. ഏകീകൃത കുർബാന തർക്കം പരിഹരിക്കാൻ എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ഇന്ന് രാത്രി ചർച്ച നടക്കും. മെത്രോപൊലിത്താൻ വികാരിയുടെ ചുമതല ഏറ്റെടുത്ത ആർച്ച് ബിഷപ്പ് പാംപ്ലാനി 21 വൈദികരുമായി 10:30 കൂടിക്കാഴ്ച നടത്തുന്നത്. ക്രിയാത്മക ചർച്ച ഉണ്ടാകുമെന്നും ചർച്ചയ്ക്ക് ശേഷം സമരം ഉണ്ടാകില്ല എന്നുമാണ് വൈദിക സമിതി വ്യക്തമാക്കുന്നത്. അതിനിടെ പോലീസുമായും സഭാപ്രതിനിധിയുമായും ഒക്കെ ചർച്ചയിലേക്ക് പോകുമ്പോഴുള്ള ബിഷപ്പ് പാംപ്ലാനിയുടെ പ്രതികരണമാണ്. പോസിറ്റീവാണ് എന്ന് പറയുന്നതാണ് നമ്മൾ കേട്ടത്. അരുൺ ശങ്കർ വിവരങ്ങളുമായിട്ട്. അരുൺ, ഇന്നത്തോടെ കഴിഞ്ഞ 2-3 ദിവസമായി ദേവാലയത്തിന് മുന്നിൽ വലിയ സംഘർഷഭരിതമായ സ്ഥിതിയാണ്. അതിനൊരു അവസാനമുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അല്ലേ? വളരെ പോസിറ്റീവായിട്ട് ഈ ചർച്ചയെ കാണുന്നതെന്നാണ് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ഇന്ന് കളക്ടറുടെ അധ്യക്ഷതയിൽ ചേർന്ന യോഗമാണ് ഇത്തരത്തിലൊരു ചർച്ചയ്ക്ക് വഴിവെച്ചത്. കളക്ടർ വിളിച്ചു ചേർത്ത യോഗത്തിൽ ഇരു വിഭാഗങ്ങളും അതുപോലെ തന്നെ പോലീസിന്റെ പ്രതിനിധിയും റവന്യൂ വകുപ്പിന്റെ പ്രതിനിധിയൊക്കെ പങ്കെടുത്തിരുന്നു. ഒരു ക്രമസമാധാന പ്രശ്നം ഒഴിവാക്കണം എന്നുള്ളതായിരുന്നു കളക്ടർ പ്രധാനമായിട്ട് മുന്നോട്ട് വെച്ചത്. അതോടൊപ്പം തന്നെ ഈ വിഷയം, അതായത് ഈ കുർബാന തർക്കം എന്നുള്ളത് പള്ളിയുടെ സഭയുടെ ആഭ്യന്തര വിഷയമാണെന്ന് കളക്ടർ വ്യക്തമാക്കുന്നുണ്ട്. പക്ഷെ അതൊരു ക്രമസമാധാന വിഷയത്തിലേക്ക് മാറരുതെന്നുള്ളൊരു നിർദ്ദേശം മുന്നോട്ട് വെച്ചത് അംഗീകരിച്ചുകൊണ്ടാണ് ഇപ്പോൾ പാംപ്ലാനി പിതാവ് നേരിട്ട് ബിഷപ്പ് ഹൗസിലെത്തി ഇവിടെ പ്രാർത്ഥനയൊക്കെ നടത്തുന്ന വൈദികരുമായിട്ട് ചർച്ച നടത്തുന്നത്. ആർച്ച് ബിഷപ്പ് പാംപ്ലാനി നേരെ തലശ്ശേരിയിലേക്ക് പോവുകയായിരുന്നു. പക്ഷേ അദ്ദേഹം ഇതിൻ്റെ ഒരു പ്രാധാന്യം കണക്കിലെടുത്ത് യാത്ര ഉപേക്ഷിച്ച് തിരിച്ചു വന്ന് ഇപ്പോൾ ബിഷപ്പ് ഹൗസിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ പ്രാർത്ഥനായക്കത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന 21 വൈദികരുമായിട്ടും അദ്ദേഹം ചർച്ച നടത്തും. ആ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു പോസിറ്റീവായിട്ടുള്ള തീരുമാനം ഉണ്ടാകും എന്നുള്ളതാണ് ചർച്ചയ്ക്ക് കയറുന്നതിന് മുമ്പായിട്ട് ആർച്ച് ബിഷപ്പ് പാംപ്ലാനി വ്യക്തമാക്കിയിരിക്കുന്നത്. ശരി. എന്തായാലും 10:30 ചർച്ച. 21 വൈദികരുമായിട്ടാണ് ചർച്ച നടക്കുന്നത്. എന്തായാലും നമുക്ക് എന്താണ് ചർച്ചയുടെ ഫലം? ഒരു പോസിറ്റീവായിട്ടുള്ള പ്രതീക്ഷയാണ് ബിഷപ്പ് പാംപ്ലാനി മുന്നോട്ട് വെച്ചത്. അത് തന്നെ ഉണ്ടാകുമെന്ന് കരുതാം. അരുൺ ശങ്കറാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്.